അപ്പൊ ഞാൻ ഡിലീറ്റ് ആക്ടിവിറ്റി വെച്ച് കഴിഞ്ഞു ഇവിടെ. മറ്റേ അപ്ഡേറ്റും കൂടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. പക്ഷെ അത് വെക്കുമ്പോ ഇല്ലേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിപ്പോ ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പൊ ഇത് എല്ലാം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കൺട്രോൾ നെക്കി ഇനി അപ്ഡേറ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത്. അപ്പൊ പേസ്റ്റ് ചെയ്യുമ്പോ ഇല്ലേ ഈ ഐ ഡി കണ്ടോ, ഈ ഐ ഡി ഐറ്റം എന്നാ കിടക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ r.id. ഐറ്റം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചിലപ്പോ ശരിക്കുള്ള ഐ ഡി ഇവിടെയാണല്ലോ കിടക്കണം അതിന്റെ. ചിലപ്പോ അത് അങ്ങനെ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഐ ഡി യൂണീക്ക് ആയിരിക്കണം എപ്പോഴും. അപ്പൊ ഇവിടെ വന്നിട്ട് മാറ്റാൻ പോയി കഴിഞ്ഞാല് അപ്പുറത്തുള്ളതും മാറും. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ എന്താണ് അപ്ഡേറ്റ് ഐറ്റം എന്നാക്കി കഴിഞ്ഞാൽ ഇത് കണ്ട റീഫാക്ടർ ചെയ്യാനാണ് ചോദിക്കണത്. റീനെയിം ഐ ഡി നെയിം ഐറ്റം ടു അപ്ഡേറ്റ് ഐറ്റം. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഞാനിവിടെ റീഫാക്ടർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റണെന്ന് പറഞ്ഞാൽ ഈ ക്രിയേറ്റിൽ പോയിട്ടില്ലേ അവിടത്തെയും ആ ഐ ഡി മാറും. അവിടുത്തെ ഈ ഐറ്റത്തിന്റെ ഐ ഡിയും അപ്ഡേറ്റ് ഐറ്റം ആയി മാറും. അപ്പൊ അതുകൊണ്ട് ഈ അങ്ങനത്തെ കേസ് വരുമ്പോ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോ ഈ അപ്ഡേറ്റ് അല്ലേ ഇത്, അപ്ഡേറ്റിന്റെ XML ഫയൽ എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് മാറ്റിയാൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ അപ്ഡേറ്റിന്റെ ഐറ്റം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ അപ്ഡേറ്റ് ഐറ്റം അങ്ങനെ ആക്കി. ഇനി ഇവിടെ അപ്ഡേറ്റ് ക്വാണ്ടിറ്റി എന്നാക്കാൻ വേണമെങ്കിൽ അപ്ഡേറ്റ് ക്വാണ്ടിറ്റി, പിന്നെ ബട്ടണിന് ക്രിയേറ്റ് ബട്ടണിന് പകരം അപ്ഡേറ്റ് ബട്ടൺ. പിന്നെന്താ മാറ്റണ്ട, ടെക്സ്റ്റ് മാറ്റണ്ട. അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് സ്ട്രിങ്ങിലത്തെ ക്രിയേറ്റ്, എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ പൊക്കത്തെ ഇവിടെ ക്രിയേറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അപ്ഡേറ്റ് ആക്കണം. ഇനി ആ XML എടുത്ത് നോക്കുമ്പോൾ എല്ലാം മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ ഡിലീറ്റിനും ചെയ്തായിരുന്നു. ഇത് കണ്ട ഡിലീറ്റ് ബട്ടൺ ആക്കി, ഇതിന്റെ ഡിലീറ്റ് ഐറ്റം ആക്കി, പിന്നെ ഇതിന്റെ ഡിലീറ്റ് ബട്ടൺ ആക്കി. അപ്പൊ അതിന്റെ XML രണ്ടും വർക്കിംഗ് ആണ്. ഇനി അതിന്റെ കോഡ് ചെയ്യാം. ഇപ്പൊ ഡിലീറ്റിന്റെ ആണ് ഞാൻ ആദ്യം ചെയ്യണം. ഡിലീറ്റ് ആക്ടിവിറ്റി, ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ക്രിയേറ്റിന്റെ ഒരു റെഫറൻസ് വേണം, അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം. പിന്നെ DB ഹെൽപ്പറിന്റെ ഫംഗ്ഷൻസ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതും എടുക്കണം. പിന്നെ ഡിലീറ്റ് ആക്ടിവിറ്റി ഞങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകണം. അപ്ഡേറ്റ് ഇപ്പോൾ എഡിറ്റ് ചെയ്യും. അപ്പൊ ആദ്യം ഡിലീറ്റ് വെച്ച് തുടങ്ങാം. ഡിലീറ്റ് സിമ്പിളാണ് കുറച്ചും കൂടെ. അപ്പൊ ഇല്ലെങ്കിൽ അപ്ഡേറ്റ് വെച്ച് തുടങ്ങാം. അപ്ഡേറ്റ് ഓൾമോസ്റ്റ് ക്രിയേറ്റ് പോലെ തന്നെയൊക്കെയാണ്, കാരണം അതിൽ രണ്ട് ഇൻപുട്ട് ഉണ്ടല്ലോ. ഇവിടെ ഐറ്റം നെയിമും ക്വാണ്ടിറ്റി അടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആവുന്നതാണ്. അതേപോലെ തന്നെ ആയിരുന്നല്ലോ ക്രിയേറ്റിലും ഐറ്റം നെയിം ക്വാണ്ടിറ്റി അടിച്ചിട്ട് ക്രിയേറ്റ് നിൽക്കുമ്പോൾ ക്രിയേറ്റ് ആണ്. അപ്പൊ ക്വറി ഏകദേശം സെയിം ആണല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതായിരുന്നു. കണ്ട അപ്ഡേറ്റിൽ ഞങ്ങളൊരു ക്വറി വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ അത് തന്നെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്വറി. അപ്പൊ അതിന്റെ ഇവിടെ അപ്ഡേറ്റ് ആക്ടിവിറ്റി. അപ്പൊ ഫസ്റ്റ് വേണ്ടത് അപ്ഡേറ്റ് ആയാലും ഏതായാലും നിങ്ങൾക്ക് ഡാറ്റാബേസ് ഹെൽപ്പറിന്റെ ക്ലാസ് വേണം. എന്നാലും നിങ്ങൾക്ക് ആ എക്സിക്യൂഷൻ ചെയ്യണ ആ മെത്തേഡ്സ് അത് ഇവിടെയാണല്ലോ കിടക്കണം. അപ്ഡേറ്റ് ഐറ്റം എന്നൊക്കെ ഉള്ളത് അത് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ DB ഹെൽപ്പർ അതിന്റെ ഒബ്ജക്റ്റ് ജസ്റ്റ് ഡിക്ലെയർ ചെയ്താൽ മതി. പിന്നെ അത് കഴിയുമ്പോൾ എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ടല്ലോ രണ്ടെണ്ണം, ഇവിടെ ഇതും അപ്പൊ അത് രണ്ട് എഡിറ്റ് ടെക്സ്റ്റ് ഫീൽഡ്സ്. എഡിറ്റ് ടെക്സ്റ്റ് ഒരെണ്ണം, ഐറ്റം നെയിം ഒരെണ്ണം ക്വാണ്ടിറ്റി. എങ്കിലേ ഇത് ഐറ്റം ഫീൽഡ് എന്ന് പറഞ്ഞാക്കാം. ഇല്ലെങ്കിൽ മറ്റേ ഇവിടെ വന്നില്ലേ ക്രിയേറ്റ് ആക്ടിവിറ്റിയിൽ ഇങ്ങനെ ആ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ കുറെ വീണ്ടും വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ ഐറ്റം ഫീൽഡ് ഇവിടെ ക്വാണ്ടിറ്റി ഫീൽഡ്, അങ്ങനെ രണ്ട് വിഷയമുണ്ടല്ലോ. ജസ്റ്റ് അപ്പൊ അത് രണ്ടും ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വരേണ്ടത് ഈ DB ഹെൽപ്പർ ഇനീഷ്യലൈസ് ചെയ്യുക. ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഓൺ ക്രിയേറ്റിന്റെ അകത്ത് ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡിക്ലറേഷൻ തുടങ്ങാം. ഡിക്ലറേഷൻ അല്ല, അസൈനിങ്. അപ്പൊ DB ഹെൽപ്പർ ഈക്വൽ ടു ന്യൂ DB ഹെൽപ്പർ. അതിന്റെ അകത്ത് കൊടുക്കേണ്ട ഓർമ്മയുണ്ടോ മറ്റേ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഏതിലാ
ഈ ആക്ടിവിറ്റിയിലാണല്ലോ, അപ്ഡേറ്റ് ആക്ടിവിറ്റിയിൽ. പക്ഷെ ഇവിടെ ജസ്റ്റ് ദിസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഇവിടെ അപ്ഡേറ്റ് ആക്ടിവിറ്റി ദിസ് കൊടുത്താലും സെയിം ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ദിസ് വെച്ചേക്കാം. അപ്പോൾ ദിസ് പാസ് ചെയ്ത് കൊടുത്ത് പിന്നെ നെക്സ്റ്റ് ഞങ്ങൾക്ക് ആ ടെക്സ്റ്റ് ഫീൽഡ്സ് ഇതിന് രണ്ടും ഡിക്ലറേഷൻ അസൈൻമെന്റ് കൊടുക്കണമല്ലോ. അപ്പം അതിനു വേണ്ടി ഐറ്റം ഫീൽഡ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി അല്ലേ. ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ഏതായിരുന്നു ടെക്സ്റ്റ് ഫീൽഡിന് അപ്ഡേറ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ, അപ്ഡേറ്റ് ഐറ്റം. പിന്നെ അതേപോലെ തന്നെ ക്വാണ്ടിറ്റിക്ക് QNTY ഫീൽഡ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് അയ്യോ അപ്ഡേറ്റ് ഐറ്റം അല്ല, അപ്ഡേറ്റ് ക്വാണ്ടിറ്റി. പിന്നെ അപ്ഡേറ്റ് ബട്ടണും കൂടെ വേണമായിരുന്നു അല്ലേ. ഒരു ബട്ടൺ അപ്ഡേറ്റ് ബട്ടൺ ഈക്വൽ ടു ഇമ്പോർട്ട് വന്നിട്ടില്ല, ഈക്വൽ ടു അല്ല, ഇവിടെ വന്നിട്ട് ഈക്വൽ ടു ഇവിടെ എന്തായിരുന്നു, ഡിക്ലറേഷൻ കണ്ടെയ്ൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി ഡസ് നോട്ട് കണ്ടെയ്ൻ എൻ ഐഡിയ. നെക്കിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ് ക്വാണ്ടിറ്റി എന്നുണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു റൺ ചെയ്യുമ്പോൾ മിക്കവാറും പോകുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് എന്തോ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടത് റൺ ചെയ്യുമ്പോൾ ശരിയായിക്കോളത്. എന്നിട്ട് ഞങ്ങൾക്ക് ബട്ടൺ അപ്ഡേറ്റ് ബട്ടൺ ഈക്വൽ ടു ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയില്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കൺട്രോള് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ പോണുണ്ടെങ്കിൽ ആ ഐ ഡി കറക്റ്റ് ആണ്, പോണില്ലെങ്കിൽ തെറ്റായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവിടെ ഞാനിപ്പോൾ അപ്ഡേറ്റിന്റെ ഇടയിൽ ഒരു എസ് ചേർത്ത്, ഇപ്പൊ അത് ഇഷ്യൂ ആണ് കണ്ടോ. അപ്പൊ അത് കനോട്ട് ഗോ ടു ഡിക്ലറേഷൻ. ഞാൻ കൺട്രോളും മൗസ് ക്ലിക്കും ചെയ്ത് കഴിഞ്ഞാൽ പോകില്ല. പക്ഷെ അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ പോവും, ഇങ്ങോട്ടേക്ക് വരും കണ്ടോ അത്. ഓക്കെ. പിന്നെ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് അപ്ഡേറ്റ് ബട്ടൺ അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ബട്ടണിന് ഓൺ ക്ലിക്ക് ലിസണർ. ഈ ഫ്ലോ തന്നെ ആയിരിക്കും എല്ലാത്തിലും പോകുന്നത്, ഡിലീറ്റിലായാലും ക്രിയേറ്റിലായാലും റീഡിലും ഏകദേശം അതേപോലെ തന്നെ. അപ്പോൾ ബട്ടൺ ഓൺ ക്ലിക്ക്, അപ്ഡേറ്റ് ബട്ടണിന് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ, അതിൻ്റെ അകത്ത് വി ആരോ എക്സിക്യൂഷൻ കോഡ്. അപ്പോൾ അതിൽ ചെയ്യേണ്ട ആദ്യം എന്താണ്, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് രണ്ടും എടുക്കണം. ഗെറ്റ് ബോത്ത് ഫീൽഡ്, വേണമെങ്കിൽ ചെക്ക് എം ടി, പിന്നെന്താണ് ചെക്ക് എം ടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് നോട്ട് എം ടി ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എം ടി അല്ലെങ്കിൽ ഡി ബി ഹെൽപ്പറിലത്തെ അപ്ഡേറ്റ് ഐറ്റം പാസ് വാല്യൂസ് ആഫ്റ്റർ പാർസിങ്, അല്ല പാർസ് ഇൻറ്റ് മാത്രം പാസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ പാസ് വാല്യൂസ് ഇത്ര മതി. വേണമെങ്കിൽ ക്രിയേറ്റ് ഐറ്റത്തിന്റെ കോഡ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇത്രയും സെയിം ആണ് ഏകദേശം വന്നത് അല്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നോക്ക്, സ്ട്രിങ്ങിലോട്ട് ഞാൻ കാണിച്ചുതരാം. സ്ട്രിങ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഐറ്റം ഫീൽഡിന്റെ വാല്യൂ എടുത്ത് കയറ്റും. അത് മനസ്സിലായല്ലോ അല്ലേ, ഓൾറെഡി ഇന്നലെ ചെയ്ത സെയിം സംഭവമാണ്. ക്വാണ്ടിറ്റി ആണെങ്കിൽ ക്വാണ്ടിറ്റിയുടെ അത് ഗെറ്റ് ടെക്സ്റ്റ് ടു സ്ട്രിങ് ട്രിം ചെയ്യണത് ഇങ്ങനെ 10 നെക്കിയിട്ട് സ്പേസ് കളയാൻ വേണ്ടി. അല്ലെങ്കിൽ ഇൻറ്റിജർ ഒക്കെ പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോഴും അത് ഇഷ്യൂ വരും. സെർച്ച് ചെയ്യാനൊന്നും പാടായിരിക്കുമല്ലോ, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ സ്പേസ് വെച്ചിട്ട് തന്നെ സെർച്ച് ചെയ്യണം. എന്നിട്ട് ഇഫ് രണ്ടും എം ടി അല്ലെങ്കിൽ ഈ കമന്റ് ഞാൻ കളയാം. രണ്ടും എം ടി അല്ലെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ആക്ടിവിറ്റി ദിസ് പ്ലീസ് ഫിൽ ഓൾ ദ ഫീൽഡ്സ്, ടോസ്റ്റ് കറക്റ്റ് ആണ്. ഇനി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറിലോട്ട് പാസ് ചെയ്ത്, പിന്നെ ഇവിടെ ക്രിയേറ്റ് ഐറ്റത്തിന് പകരം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള കോഡ് ഏതായിരുന്നു,
അപ്ഡേറ്റ് ഐറ്റം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരുന്നു. അതിൽ സ്ട്രിങ് ഐറ്റവും ക്വാണ്ടിറ്റിയും പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അത് നോക്കിക്കോളും. നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട് ബൂളിയൻ. അപ്പൊ അതും ഏകദേശം സെയിം കോഡാണ് ഇവിടെ കണ്ട. ഇഫ് db helper ഡോട്ട് അപ്ഡേറ്റ് ഐറ്റം, ഐറ്റവും ക്വാണ്ടിറ്റിയും പാസ് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണെങ്കിൽ ടോസ്റ്റ് കാണിക്കും. എന്നിട്ട് ഫിനിഷ് കൊടുക്കും. അപ്പൊ ഫിനിഷ് കൊടുക്കുമ്പോൾ എന്താ പറ്റണം, ഈ ആക്ടിവിറ്റി നമ്മളിപ്പോ അപ്ഡേറ്റ് ഇവിടെ വരൂലേ, ഇത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയെങ്കിൽ തിരിച്ച് ബാക്കിൽ പോയിട്ട് നമ്മുടെ ഈ ഏതായിരുന്നു ഹോം ആക്ടിവിറ്റി അതിലോട്ട് വരും, ഈ സ്ക്രീൻ വരും. അപ്പൊ അതിനാണ് അവിടെ ഫിനിഷ് കൊടുത്തേക്കണം. ഫിനിഷ് കൊടുത്ത് നെക്സ്റ്റ് എൽസ്. ഇപ്പൊ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ആ ബൂളിയൻ മനസ്സിലായല്ലോ അല്ലേ, ഇന്നലെ ഞാൻ ചെയ്ത ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നത്. ഈ അപ്ഡേറ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ബൂളിയൻ ആയിരുന്നു. അപ്ഡേറ്റ് ആയെങ്കിൽ ഒരു എത്ര റോസ്, ഇപ്പൊ മോർ ദാൻ 1 റോ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത്, റിട്ടേൺ ഒരു ബൂളിയൻ വാല്യൂ ആയിട്ടാണല്ലോ. ഇപ്പൊ അതെ, ഇഫ് db അപ്ഡേറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിട്ടേൺ ട്രൂ. അങ്ങനെ. അപ്പൊ അത് ഞങ്ങൾക്ക് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവും, ഇല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവും. അപ്പൊ ഇവിടെ ഐറ്റം നെയിമിന് പകരം നമ്മൾ കൊടുത്തത് ഐറ്റം ഫീൽഡ്, ക്വാണ്ടിറ്റി ഫീൽഡ് ഇവിടെ. അപ്പൊ രണ്ടിന്റെയും സെറ്റ് ടെക്സ്റ്റ്. അതിന് അപ്ഡേറ്റ് ആക്ടിവിറ്റി മാറ്റണം, മറ്റേ കോണ്ടെക്സ്റ്റ് മാറ്റിയില്ലെങ്കിൽ എറർ അടിക്കും. അപ്പൊ അങ്ങനെ അപ്ഡേറ്റിന്റെ കഴിഞ്ഞ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫീൽഡ്സ് ഓൺ ക്ലിക്ക് ലിസണർ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്ത് രണ്ട് സ്ട്രിങ്ങും എം ടി അല്ലെങ്കിൽ രണ്ട് സ്ട്രിങ്ങും എം ടി ആണെങ്കിൽ ഈ ടോസ്റ്റ് കാണിച്ചിട്ട് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തേക്കണ ആ ഫംഗ്ഷൻ ഇല്ലേ, ഈ ഒരു ഫംഗ്ഷൻ, അത് എക്സിക്യൂഷൻ റിട്ടേൺ ചെയ്യും. ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ അല്ലെങ്കിൽ ഇഫ് രണ്ടും ഏതെങ്കിലും ഒരെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ടും ഫില്ലാണെങ്കിൽ ക്വാണ്ടിറ്റി ഇൻഡിജറിലോട്ട് പാർസ് ചെയ്യും. എന്നിട്ട് db ഹെൽപ്പറിന്റെ അപ്ഡേറ്റ് ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് അതിൽ ഐറ്റവും ക്വാണ്ടിറ്റിയും പാസ് ചെയ്യും. ഐറ്റം സ്ട്രിങ്ങും ക്വാണ്ടിറ്റി ഇൻഡിജറും ആണ്. അതിൽ പോയിട്ട് ഞങ്ങളുടെ ഈ db ഹെൽപ്പറിലത്തെ ആ ഫംഗ്ഷൻ, ഏത് അപ്ഡേറ്റ് ഫംഗ്ഷൻ, ഇത് എക്സിക്യൂട്ട് ആവും. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ കൗണ്ട് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ അതാണ് ഇവിടെയും ഇഫ് കണ്ടീഷൻ വെച്ചേക്കണേ. ഇഫ് ട്രൂ ആണെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞ് ഷോ ചെയ്തിട്ട് ആക്ടിവിറ്റി ക്ലോസ് ചെയ്യുക. ഇല്ലെങ്കിൽ ആ സെയിം ആക്ടിവിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൊരു ടോസ്റ്റ് കാണിക്കുക. എന്നിട്ട് രണ്ടിന്റെയും ഇൻപുട്സ് രണ്ടും ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചത് തെറ്റാണല്ലോ, അപ്പൊ ക്ലിയർ ചെയ്യുക. ഇപ്പൊ ഫെയിൽഡ് വരാൻ ചാൻസ് ഉള്ള ടൈം എന്ന് പറഞ്ഞാല് എന്താ പറയണ, ഫെയിൽഡ് വരാൻ ചാൻസ് എന്തെങ്കിലും അടിച്ചത് മാറിയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴ്സറിന്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് ഈ ഫെയിൽ വരാൻ ചാൻസ്. അല്ലെങ്കിൽ മിക്ക പ്രാവശ്യം സക്സസ് വരും. അല്ലെങ്കിൽ ഇപ്പൊ ഡാറ്റാബേസിൽ ഇല്ലാത്തൊരു ഐറ്റം നെയിം അടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വർക്ക് ആകൂലല്ലോ. അങ്ങനെ. അപ്പൊ അപ്ഡേറ്റ് കഴിഞ്ഞ് ഇനി ഡിലീറ്റ്. ഡിലീറ്റിലും സെയിം തന്നെയാണ്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാത്തത് അടിക്കും, ഇങ്ങനെ ഓരോ പ്രാവശ്യം ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഓർത്തിരിക്കും. db ഹെൽപ്പറിന്റെ ക്ലാസ് വേണം, അതിന്റെ ഒബ്ജക്റ്റ് ഡിക്ലറേഷൻ db ഹെൽപ്പർ. എന്നിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റിലത്തെ പോലെ തന്നെ ഫീൽഡ്സ് എടുക്കണം. ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫീൽഡും ഒരു ബട്ടണുമാണ്. അപ്പൊ അതിന്റെ ഐഡീസ്, ഐ ഡി അല്ല, ഒബ്ജക്ട്സ്. എഡിറ്റ് ടെക്സ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ്, ഡിലീറ്റ് ഫീൽഡ്, ഡിലീറ്റ് ഐറ്റം നോക്കാം അല്ലേ. പിന്നെ ബട്ടൺ ഡിലീറ്റ് ബട്ടൺ. അത് കഴിഞ്ഞാൽ ആ 3 എണ്ണം മതിയല്ലോ. എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് അടിയിൽ വരിക, db ഹെൽപ്പർ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുക. ശരി, ഞാനെപ്പോഴും ഇനീഷ്യലൈസ് എന്ന് പറയുന്ന അസൈൻമെന്റ് db ഹെൽപ്പർ ഈക്വൽ ടു ന്യൂ db ഹെൽപ്പർ. അകത്ത് പാസ് ചെയ്യേണ്ടത് ദിസ്. അപ്പം അത്രയും കഴിഞ്ഞ് ഇനി എഡിറ്റ് ടെക്സ്റ്റ് ഡിലീറ്റ് ഐറ്റം ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ id r.id. ഡിലീറ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി കൺട്രോൾ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകും. കണ്ടോ, ഡിലീറ്റ് ആക്ടിവിറ്റിയുടെ ബട്ടൺ. ഇനി ആ ബട്ടണിന് ഡിലീറ്റ് ബട്ടൺ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ id r.id. ഡിലീറ്റ് ഐറ്റം.
അയ്യോ ശരി, ഡിലീറ്റ് ഐറ്റം അല്ല, ഡിലീറ്റ് ബട്ടൺ. ഇത്രയും കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബട്ടണിന് ഓൺ ക്ലിക്ക് ലിസണർ. ഡിലീറ്റ് ബട്ടൺ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ വി പിന്നെ കോഡ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ലോജിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിലീറ്റ് ചെയ്യുമ്പോൾ ആദ്യം സ്ട്രിങ് എന്തായാലും എടുക്കണം. ഇതിൽ നിന്ന് ആ സ്ട്രിങ് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഡിലീറ്റ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു, ഡിലീറ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കണം. റിട്ടേൺ ബൂളിയൻ ആണ്. അപ്പോൾ ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ ഗെറ്റ് സ്ട്രിങ്, എന്നിട്ട് ചെക്ക് എം ടി, ഇഫ് നോട്ട് എം ടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എം ടി അല്ലെങ്കിൽ ജസ്റ്റ് അത് പാസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. കോൾ ഡിലീറ്റ് ഐറ്റം, ഡിലീറ്റ് ഐറ്റം ഫംഗ്ഷൻ വിളിക്കുക, എന്നിട്ട് ടോസ്റ്റ്. അതായത് ബൂളിയൻ ആണല്ലോ ഡിലീറ്റ് റിട്ടേൺ ചെയ്യണത്, ബൂളിയൻ വാല്യൂ ആണ്. അപ്പോൾ ഡിലീറ്റ് ആയെങ്കിൽ ഇവിടെ നേരത്തെ അപ്ഡേറ്റിന്റെ പോലെ തന്നെ ഡിലീറ്റ് എത്ര റോ എഫക്റ്റ് ആയെന്നുള്ളത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഇവിടെ ഇഫ് കണ്ടീഷനിൽ ലാസ്റ്റ് ഞങ്ങൾ ഡിലീറ്റ് ആയോ ഇല്ല എന്നുള്ളത് ടോസ്റ്റ് വെച്ച് പ്രിന്റ് ചെയ്യും. അപ്പം ഇതിന്റെ സ്ട്രിങ് ഐറ്റം തന്നെ കൊടുക്കാന്ന് തോന്നുന്നു. ഏതിലായിരുന്നു, ഡിലീറ്റ് ഐറ്റം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിങ്, ടു ട്രിമ്മും കൂടെ ചെയ്യാം. എന്നിട്ട് ഗെറ്റ് ദ സ്ട്രിങ് കഴിഞ്ഞ് ചെക്ക് ഇഫ് എം ടി. ഇനി ഇഫ് ഐറ്റം ഡോട്ട് ഇസ് എം ടി, ഐറ്റം എം ടി ആണെങ്കിൽ എന്ത് ചെയ്യണം, ടോസ്റ്റ്. ടോസ്റ്റിന്റെ സിന്റാക്സ് എന്ന് പറയുമ്പോൾ ടോസ്റ്റ് ക്ലാസിന്റെ സ്റ്റാറ്റിക് മെത്തേഡ്, അതിൻ്റെ അകത്ത് കോണ്ടെക്സ്റ്റ് ഏതിൻ്റെ, ഡിലീറ്റ് ആക്ടിവിറ്റി ദിസ്, പിന്നെ നമ്മുടെ മെസ്സേജ് പ്ലീസ് ഫിൽ ഓൾ ദ ഫീൽഡ് അല്ല, പ്ലീസ് ഫിൽ ദ ഐറ്റം നെയിം. എന്നിട്ട് ടോസ്റ്റിന്റെ ആ ലെങ്ത് ഡ്യൂറേഷൻ അത് ടോസ്റ്റിന്റെ തന്നെ ക്ലാസിന്റെ ലോങ് എന്ന് പറയുന്നത് കൊടുക്കാം. ലോങ് കൊടുക്കാൻ കാരണം കുറച്ച് കാണാൻ പറ്റും. ഇപ്പൊ ലാഗ് ആവണ ഫോണാണെങ്കിലും അതിങ്ങനെ കാണാൻ പറ്റില്ല. ഷോ കൊടുക്കാൻ മറക്കരുത്. ടോസ്റ്റ് കാണിച്ച് റിട്ടേൺ, അതായത് ഈ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ അടിയിലുള്ള ഇവിടെ എൽസ് വെച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ റിട്ടേൺ കൊടുത്ത്, എന്നിട്ട് ഇപ്പൊ ഐറ്റം നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ട, ഇഫ് ഡയറക്റ്റ് ഇഫിൽ തന്നെ കൊടുക്കാം അല്ലേ. ഇഫ് നമുക്ക് ഇങ്ങനെ ഈ ഫംഗ്ഷൻ ഇഫ് ഡിലീറ്റ് ഐറ്റം ട്രൂ ആണെങ്കിൽ ടോസ്റ്റ് വെച്ചിട്ട് സക്സസ് എന്ന് കാണിച്ചിട്ട് ഫിനിഷ് ആക്ടിവിറ്റി കൊടുക്കുക. എൽസ് ഡിലീറ്റ് ആയില്ലെങ്കിൽ ഫോം ഇത് ക്ലിയർ ചെയ്യണം, ഇൻപുട്ട് ക്ലിയർ ചെയ്തിട്ട് ടോസ്റ്റ് കാണിക്കുന്നത് എന്താണ്, കനോട്ട് ഡിലീറ്റ് ആവുക അല്ലെങ്കിൽ എറർ ഫെയിലിയർ എന്ന് പറഞ്ഞ് കാണിച്ചാൽ. അപ്പൊ ഇഫ് ഡി ബി ഹെൽപ്പർ ഡോട്ട് ഡിലീറ്റ് ഐറ്റത്തിൽ സ്ട്രിങ് ഏതാണ്, ഐറ്റം, ഇത് പാസ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ഒരു ടോസ്റ്റ് കാണിക്കാം സക്സസ് എന്ന് പറഞ്ഞിട്ട്. സക്സസ് ടോസ്റ്റ് പിന്നെ ഫിനിഷ്, തിരിച്ച് ബാക്ക് ടു ഹോമിൽ പോവാം. എൽസ് ഡിലീറ്റ് ആയില്ലെങ്കിൽ ഒരു ടോസ്റ്റ് മെസ്സേജിൽ ഫെയിൽഡ് കാണിച്ചിട്ട് എന്താണ്, ടോസ്റ്റ് കാണിച്ചിട്ട് ഇൻപുട്ട് ക്ലിയർ ചെയ്യണം. ക്ലിയർ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ഐറ്റം
ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ബ്ലാങ്ക് ടെക്സ്റ്റ്. അപ്പം ഇത്രയും വർക്ക് ആവുമെന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എറേഴ്സ് ഒന്നും കണ്ടില്ല, റൺ ആവാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. ഡിവൈസ് ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോയിട്ട് ഇതിൽ ഡിവൈസ് മാനേജർ പോയിട്ടില്ലേ, ഇവിടെ വൈബ് ഡാറ്റ എന്ന് പറഞ്ഞ് ചെയ്തായിരുന്നു. എന്നിട്ട് ഇവിടെ കോൾഡ് ബൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെ ചെയ്തപ്പോൾ അത് ഫ്രഷ് ആയിട്ട് ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്ത് തന്നു. പിന്നെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിയായത്. അപ്പോൾ ലോഞ്ചിങ് ഓൺ ഡിവൈസസ്. എറേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇപ്പൊ തന്നെ എന്തോ ഇത് നേരത്തെ ഇതൊരു നിൽക്കിക്കഴിഞ്ഞാൽ അടിയിൽ പോകും. വെൽക്കം ടു ക്രെഡ്. ഇപ്പൊ ഇൻസേർട്ട് ആയോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി അതെന്താ ക്ലോസ് ആയിപ്പോയി. ലോക്കാറ്റ് ക്ലോസ് ആയതാണോ അത്? ഡിവൈസ് ഓഫ് ആയി പോയി തോന്നുന്നു. ഡിവൈസ് ക്ലോസ് ആയോ? അയ്യോ, ഞാൻ ഇത് വീണ്ടും വൈപ്പ് നിൽക്കുക അറിയാണ്ട്. ഒരു സെക്കൻഡ് നോക്കട്ടെ. എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എറേഴ്സ് ഞാൻ ഓൾറെഡി ഒരു കോഡ് നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതില് ആ ആപ്പ് വർക്ക് ആവണ്ടല്ലോ, അപ്പൊ ഇതില് എറർ വരാൻ ചാൻസ് കുറവാണ്. ഞാൻ ജസ്റ്റ് വേരിയബിൾ നെയിം മാത്രം മാറ്റിയിട്ട് ഫംഗ്ഷൻ നെയിമാണ് മാറ്റി തന്നേക്കണം. ഡിവൈസ് ലോഞ്ച് ആവാൻ എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ഇടാം. റീഡിന്റെ ഇല്ലേ, റീഡ് ആക്ടിവിറ്റിയിൽ കുറച്ച് ടാസ്ക് ആണ്. ഇവിടെ ലേഔട്ട്സിൽ നമ്മൾ ഒരു ബേസിക് ഐഡിയ പറഞ്ഞുതരാം ഞാൻ. ലേഔട്ട്സിൽ വന്നിട്ട് അല്ല, അത് റീഡ് XML ഇല്ലേ, അതിലിവിടെ റീഡിന്റെ ഹെഡിങ് ഉണ്ടാവും. ഇവിടെ ഒരു ലിസ്റ്റ് വ്യൂ ഉണ്ടാവും. ആ ലിസ്റ്റ് വ്യൂയുടെ അകത്താണ് നമ്മൾ ഈ റിസൾട്ട് DBയിൽ നിന്ന് ഫെച്ച് ചെയ്തേക്കുന്ന റിസൾട്ട് എല്ലാം കാണിക്കണത്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി സിമ്പിൾ അഡാപ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. സിമ്പിൾ അഡാപ്റ്റർ വെച്ച് ചെയ്യുമ്പോൾ ഓരോ ലിസ്റ്റ് ആയിട്ടും ഇപ്പൊ നിങ്ങൾക്ക് അറേ ലിസ്റ്റ് അഡാപ്റ്റർ വെച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് പോലെ, ഇപ്പൊ ഇവിടെ ടെക്സ്റ്റ് വ്യൂ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഞങ്ങൾക്ക് അറേ ലിസ്റ്റ് വെച്ച് ചെയ്യണമെങ്കിൽ. അത് എളുപ്പമാണ്, പക്ഷെ വേറൊരു രീതി ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഐറ്റം ക്വാണ്ടിറ്റി ഇങ്ങനെ ഇട്ട് കുറെ ലിസ്റ്റ് ഇങ്ങനെ വരും. അപ്പൊ ഇതിനും നല്ലത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ വെച്ചിട്ട്, അതായത് ആ ഓരോ ലിസ്റ്റ് ഐറ്റത്തിന് ഞങ്ങൾക്ക് ഇവിടെ ലേഔട്ട്സിൽ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഒരു വലിയൊരു ടെക്സ്റ്റ് ഉണ്ടാവും, അത് ഐറ്റം നെയിം. അതിന്റെ അടിയിലൊരു ടെക്സ്റ്റ് ഫീൽഡ്, ടെക്സ്റ്റ് ഫീൽഡ് അല്ല, ടെക്സ്റ്റ് വ്യൂ. അതിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് വ്യൂ നല്ല ഫോണ്ട് സൈസ് കൂടുതലുള്ളതും ക്വാണ്ടിറ്റി കുറവായിട്ട് അങ്ങനെ കാണിക്കണതാണ് നല്ലത്. അപ്പൊ ആ ലിസ്റ്റ് വ്യൂ അങ്ങനെ വെക്കാം. അപ്പൊ ഇത് എന്തായാലും ഡിവൈസിന്റെ ലോഞ്ച് ആവണല്ലോ. എനിക്ക് എന്തോ ഡിവൈസിന്റെ ഇഷ്യൂ ഉണ്ട്. ഞാൻ ആ വേറെ API വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. പാർട്ട് 6 എന്നൊന്നല്ല, ഞാനിപ്പോ പാർട്ടെന്ന് വീഡിയോയുടെ ടൈറ്റിൽ പാർട്ടെന്ന് മാറ്റിയിട്ട് എന്തൊക്കെ ചെയ്യണേന്നുള്ളതാക്കി വെച്ച്. അപ്പൊ ഇവിടെ ഡിലീറ്റ് ആൻഡ് അപ്ഡേറ്റ് ആക്കാം. ഈ കമ്മിറ്റ് ഞാൻ മെസ്സേജ് കാണിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ UI വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റേ കമ്മിറ്റ്സ് ഇല്ലേ, തിരിച്ച് ബാക്കിലോട്ട് പോയിട്ട് പഴയ കമ്മിറ്റ് എടുത്ത് നോക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ കമ്മിറ്റ് മാറ്റി ആപ്പിന്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയെന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അതിനാണ് ഞാൻ ഈ കമ്മിറ്റ് മെസ്സേജ് കാണിച്ചിട്ട് ചെയ്യണം. കമ്മിറ്റ് ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചു തരാം ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണെന്ന്. ആൻഡ്രോയിഡ് ക്രെഡ് ആപ്പ് ഇതിൽ കണ്ട ഹിസ്റ്ററി എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇതിലിങ്ങനെ ഓരോന്നും കാണാൻ പറ്റും. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ക്രിയേറ്റ് ബ്രാഞ്ച് ഫ്രം ദിസ് കമ്മിറ്റ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് വരും ഇവിടെ. എന്നിട്ട് ഞങ്ങൾക്ക് ആ ബ്രാഞ്ചിൽ ആദ്യം മുതലുള്ള ഇപ്പൊ ആപ്പ് ഞാൻ ചെയ്ത് വന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ കമ്മിറ്റ് എടുത്തിട്ട് എന്നിട്ട്
ആ ഞാൻ പുഷ് ചെയ്തില്ലല്ലേ. ഞാൻ ഈ ഒരു ഗിറ്റ് ഡെസ്ക്ടോപ്പ് വെച്ചിട്ടാണ് മിക്കതും ഗിറ്റിന്റെ ചെയ്യാറ്. ഇതിലുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ലോക്കൽ കമ്മിറ്റ് ഇവിടെ നിന്ന് വിട്ട്, ലോക്കൽ കമ്മിറ്റ് ഇവിടെ നിന്ന് ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൽ കമ്മിറ്റ് ആയി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് പുഷ് നിൽക്കി കഴിഞ്ഞാൽ റെപ്പോസിറ്ററി ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ പുഷ് ആയിക്കോളും. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ ലിസ്റ്റ് വ്യൂവും അതും ഞാനിടാം.